2025-26 അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ വെള്ളിയാമറ്റം പഞ്ചായത്തിലെ പൂച്ചപ്ര എന്ന കൊച്ചു ഗ്രാമത്തിൽ അനേകായിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകി നിലകൊള്ളുന്ന വിദ്യാലയമാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ പൂച്ചപ്ര. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ സബ് ജില്ലയിൽ മികച്ച പ്രകടനം നടത്തിവരുന്ന നമ്മുടെ സ്കൂളിൻ്റെ 2025-26 അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട്. 2025 മെയ് 31 മുൻ ഹെഡ് മാസ്റ്റർ ശ്രീ ഷനോജ് കുമാർ സർവീസിൽ നിന്ന് വിരമിക്കുകയും പുതിയ ഹെഡ് മാസ്റ്റേഴ്സായി ശ്രീമതി ദിവ്യ ജോർജ് ചാർജ് എടുക്കുകയും ചെയ്തു. അധ്യാപകനായി വിരമിച്ച ശ്രീ പയസ് ജോസഫിന് പകരമായി UP വിഭാഗം അധ്യാപകനായി ശ്രീ സിനു കെ 2/6/2025 ജോയിൻ ചെയ്തു. ഓഫീസ് ക്ലർക്കായിരുന്ന ശ്രീ ബെനിൽ MDക്ക് പകരമായി ശ്രീ ജോസുകുട്ടി CJ 4/6/2025 ചാർജ് എടുത്തു. 12 അധ്യാപകരും 5 ഓഫീസ് ജീവനക്കാരുമടക്കം 17 അംഗങ്ങൾ ഇന്ന് സ്കൂളിൽ ജോലി ചെയ്തു വരുന്നു. ആകെ 124 കുട്ടികളാണ് ഈ സ്കൂളിൽ അധ്യയനം നടത്തുന്നത്. സ്കൂൾ പ്രവേശനോത്സവം. 2025-26 അധ്യയന വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം സമുചിതമായി ആഘോഷിച്ചു. നവാഗതരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകിയാണ് സ്വീകരിച്ചത്. കൂടാതെ 2025 മാർച്ച് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട മുൻ HM ശ്രീ ഷനോജ് കുമാർ പിതാവിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡ്, ശ്രീ CR ദിലീപ് കുമാർ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡ്, ഉയർന്ന മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളായ അർച്ചന രാജീവ്, നിർമ്മൽ സുനിൽ എന്നിവർക്ക് നൽകി. പഠനോപകരണങ്ങൾ സ്പോൺസർ ചെയ്ത എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു. കലോത്സവ മേളകളിലെ തേരോട്ടം. പ്രവൃത്തി പരിചയമേള, സയൻസ്, സോഷ്യൽ സയൻസ് മേളകൾക്ക് മുന്നോടിയായി സ്കൂൾ വർക്ക് എക്സ്പീരിയൻസ് ഓൺ ദി സ്പോട്ട് മത്സരങ്ങൾ നടന്നു. വളരെ ഭംഗിയായും ചിട്ടയായും മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഒക്ടോബർ 9, 10 തീയതികളിൽ അറക്കുളത്ത് വെച്ച് നടന്ന വർക്ക് എക്സ്പീരിയൻസ് ഗണിത, IT, സയൻസ് മേളകളിൽ അറക്കുളം സബ് ജില്ലയിൽ 5ാം സ്ഥാനവും ഗവൺമെൻറ് സ്കൂളുകളിൽ 1ാം സ്ഥാനവും ലഭിച്ചു. നവംബർ 4, 5, 6 തീയതികളിൽ മൂലമറ്റം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന അറക്കുളം സബ് ജില്ലാ കലോത്സവത്തിൽ വിവിധ ഇനങ്ങളിലായി 50ഓളം കുട്ടികൾ പങ്കെടുത്തു. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗവൺമെൻറ് ഹൈസ്കൂളുകളിൽ ഓവറോൾ 1ാം സ്ഥാനവും അറക്കുളം സബ് ജില്ലയിലെ സ്കൂളുകളിൽ 4ാം സ്ഥാനവും നമ്മുടെ കുട്ടികൾക്ക് ലഭിച്ചു. കലാകായിക പ്രവൃത്തി പരിചയമേളകളിൽ എക്കാലവും അറക്കുളം ഉപജില്ലയിൽ മികച്ച വിജയം നേടാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. PTA പൊതുയോഗം. 2025-26 അധ്യയന വർഷത്തെ ആദ്യ PTA പൊതുയോഗം 23/6/2025 മുൻ PTA പ്രസിഡന്റ് ശ്രീ വിശ്വനാഥൻ TDയുടെ അധ്യക്ഷതയിൽ നടന്നു. കഴിഞ്ഞ വർഷം PTAയുടെ നേതൃത്വത്തിൽ നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് PTA, MPTA, SMC നിലവിലുള്ള കമ്മിറ്റി അംഗങ്ങളെ പിരിച്ചുവിടുകയും പകരം പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. PTA പ്രസിഡന്റായി ശ്രീ വിശ്വനാഥൻ TDയെയും വൈസ് പ്രസിഡന്റായി ശ്രീമതി ബിൻസി സാബുവിനെയും SMC ചെയർമാനായി ശ്രീ സത്യജിത്ത് ആറിനെയും MPTA പ്രസിഡന്റായി ശ്രീമതി ശ്യാമിലി സത്യജിത്തിനെയും തിരഞ്ഞെടുത്തു. ചടങ്ങിൽ നാഷണൽ സേവിംഗ് സ്കീം ഉദ്ഘാടനം മുൻ SMC ചെയർമാൻ മിസ്റ്റർ പ്രമോദ് നിർവഹിച്ചു. സീനിയർ അസിസ്റ്റന്റ് മിനി ടീച്ചർ വാർഷിക വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഷാജി സാറിൻ്റെ നന്ദിയോടുകൂടി യോഗം അവസാനിച്ചു. സ്കൂൾ സുരക്ഷാ യോഗം. 21/7/2025 കാഞ്ഞാർ സിവിൽ പോലീസ് ഓഫീസർ മിസ്റ്റർ അർജുൻ ശശിയുടെ നേതൃത്വത്തിൽ സ്കൂൾ സുരക്ഷാ യോഗം സംഘടിപ്പിച്ചു. സ്കൂളിൻ്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് ശ്രീ വിശ്വനാഥൻ TD അധ്യക്ഷപദം അലങ്കരിച്ചു. ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം. ഇംഗ്ലീഷ് ഭാഷാ പഠനം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കുട്ടികൾക്കായി ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചു. തൊടുപുഴ ഡയറ്റിൻ്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപികയായ
മിസ് ഐഷ ബഷീറിൻ്റെ നേതൃത്വത്തിലാണ് ക്ലാസുകൾ നടന്നു വരുന്നത്. ആഴ്ചയിൽ 3 ദിവസം നിർദ്ദേശിച്ചിട്ടുള്ള സമയങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട ശനിയാഴ്ചകളിലുമാണ് ക്ലാസുകൾ നടന്നു വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ അനായാസമായി സംസാരിക്കുവാനും ഉപരിപഠനത്തിനും ഈ ക്ലാസ് പ്രയോജനപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സമ്മതിദാനാവകാശം വിരൽത്തുമ്പിൽ. തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് കുട്ടികളിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ സംഘടിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ മാതൃകയിൽ വളരെ ചിട്ടയായി നടത്തപ്പെട്ട തിരഞ്ഞെടുപ്പായിരുന്നു ഈ വർഷം നടത്തിയത്. അധ്യാപകരായ മിസസ് മിനിമോൾ, ശ്രീ സിനു കെ, ശ്രീ ഷാജി മാത്യു എന്നിവർ നേതൃത്വം നൽകി. ഒരുമയോടെ ഒരു മനസ്സായി. കുട്ടികളുടെ ശാരീരിക മാനസിക വികാസത്തിനായി വിവിധ പോഷകാഹാരങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഉച്ചഭക്ഷണ പദ്ധതി ഭംഗിയായി നമ്മുടെ സ്കൂളിൽ നടന്നു വരുന്നു. രക്ഷിതാക്കളുടെ പരിപൂർണ സഹകരണവും വിവിധ തരത്തിലുള്ള സ്പോൺസർഷിപ്പുകളും ഉച്ചഭക്ഷണ പദ്ധതി മികവുറ്റതാക്കുന്നു. അമൃതം പ്രഭാത ഭക്ഷണ പദ്ധതി. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഭാത ഭക്ഷണ പരിപാടിയായ അമൃതം പദ്ധതി ഈ വർഷവും സ്കൂളിൽ നടന്നു വരുന്നു. ജൂൺ 19 ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മോഹൻദാസ് പുതുശ്ശേരി നിർവഹിച്ചു. വാർഡ് മെമ്പർ ശ്രീ പോൾ സെബാസ്റ്റ്യൻ സന്നിഹിതനായിരുന്നു. രുചിയൂറും വിഭവങ്ങളുമായി ഭക്ഷ്യമേള. ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ വീടുകളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന വിവിധ നാടൻ ഭക്ഷ്യവിഭവങ്ങൾ പ്രദർശനം നടത്തുകയും വ്യത്യസ്തമായ വിഭവങ്ങൾ തയ്യാറാക്കിയവരിൽ നിന്നും വിജയികളെ കണ്ടെത്തുകയും ചെയ്തു. നാടൻ ഭക്ഷണ വിഭവങ്ങളുടെ പ്രാധാന്യം ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. കായിക പ്രവർത്തനങ്ങൾ. സ്കൂൾ ഗ്രൗണ്ടിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സ്കൂൾ കായികമേള 16/1/2026 വെള്ളിയാഴ്ച സംഘടിപ്പിച്ചു. വിവിധ മത്സരങ്ങളിലായി ധാരാളം കുട്ടികൾ പങ്കെടുത്തു. മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ അന്ന് തന്നെ വിതരണം ചെയ്തു. കൃഷി അങ്കണം. കുട്ടികളിൽ കൃഷിയോടുള്ള അഭിരുചി വളർത്തിയെടുക്കുന്നതിനായി വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച കൃഷി അങ്കണം 3.0 നമ്മുടെ സ്കൂളിന് 2ാം സ്ഥാനം ലഭിച്ചു. പന്നിമറ്റം പാരിഷ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇളന്തേശ്യം ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ടോമി കാവാലം സമ്മാനദാനം നിർവഹിച്ചു. 1000 രൂപ ക്യാഷ് പ്രൈസും മിമൻറ്റോയും നമുക്ക് ലഭിച്ചു എന്നുള്ള സന്തോഷകരമായ കാര്യം അറിയിക്കുവാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു. തേജനി 2025-26 വിദ്യാർത്ഥികളിൽ സാമൂഹ്യ സേവന മനോഭാവം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 2022-23 വർഷം ആരംഭിച്ച പദ്ധതിയാണ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം. സേവനം സഹജീവനം എന്ന ആപ്തവാക്യത്തിലൂടെ 2025-26 പ്രവർത്തന കലണ്ടർ അനുസരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 8, 9, 10 ക്ലാസ്സുകളിലെ 32 കുട്ടികളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അംഗങ്ങൾ പങ്കെടുത്തിരുന്നു. ശില്പശാലകൾ, അവബോധ ക്ലാസുകൾ, സഹവാസ ക്യാമ്പ് എന്നിവ നടത്തി. തേജനി എന്ന പേരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കുവാനും സമൂഹം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ തിരിച്ചറിയാനും കുട്ടികൾക്ക് ക്യാമ്പിലൂടെ കഴിഞ്ഞു. മനുഷ്യനന്മയിലൂന്നിയ സാമൂഹ്യ സേവനവും സമഭാവനയിലും സഹവർത്തിത്വത്തിലും അധിഷ്ഠിതമായ സാമൂഹ്യ ജീവനവും സ്കൂൾ സോഷ്യൽ സർവീസ് ടീമിൻ്റെ ലക്ഷ്യങ്ങളാണ്. ഈ ലക്ഷ്യങ്ങളിലൂടെ നമ്മുടെ സ്കൂളിലെ പ്രവർത്തനങ്ങൾ ചിട്ടയായി നടന്നുവരുന്നു. കുട്ടികളെ അറിയാൻ അവരോടൊപ്പം. കുട്ടികളെ കൂടുതൽ അറിയുന്നതിനും അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി വേണ്ട ഇടപെടലുകൾ നടത്തുന്നതിനുമായി കുട്ടികളുടെ ഭവനങ്ങൾ കൃത്യമായി സന്ദർശിച്ചു വരുന്നു. ഏകദേശം മുഴുവൻ കുട്ടികളുടെ ഭവനങ്ങളും സന്ദർശിക്കാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ ഏറെ അഭിമാനമുണ്ട്. ആഘോഷങ്ങളിലൂടെ. ഓണം. പൂച്ചപ്രയുടെ ഉത്സവമായ പൂച്ചപ്രയോണം ഇക്കുറിയും സമുചിതമായി ആഘോഷിച്ചു. ജനപ്രതിനിധികളും കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കളും നല്ലവരായ നാട്ടുകാരും ചേർന്ന് ഓണപ്പൂക്കളമിട്ടും ഓണസദ്യയൊരുക്കിയും ഈ വർഷത്തെ ഓണം അതിഗംഭീരമാക്കി. കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി വിവിധ ഓണക്കളികളും മത്സരങ്ങളും സംഘടിപ്പിച്ചു. ക്രിസ്തുമസ്. പരസ്പര സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശം പകർന്ന
ക്രിസ്മസ് ആഘോഷം സ്കൂളിൽ ഭംഗിയായി നടത്തി. കേക്കുകൾ മുറിച്ചും ക്രിസ്മസ് ആശംസകൾ നേർന്നും കുട്ടികൾ സ്നേഹം പങ്കുവച്ചു. ദിനാചരണങ്ങൾ 30/6/2025 പേവിഷബാധയുമായി ബന്ധപ്പെട്ട ഒരു ബോധവൽക്കരണ ക്ലാസ് കുട്ടികൾക്ക് വേണ്ടി നടത്തുകയുണ്ടായി. ഇളന്തേശം PHC JPHനാണ് പേവിഷബാധയെക്കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്തത്. ജൂലൈ എന്ന് ഡോക്ടർ ദിനവുമായി ബന്ധപ്പെട്ട് ഫോറസിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ കുട്ടികൾ ദേവരിപ്പാറ PHC സന്ദർശിച്ച് ഡോക്ടറെ ആദരിച്ചു. 29/7/2025 ലോക കടുവ ദിനത്തോടനുബന്ധിച്ച് സോഷ്യൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലാസും മത്സരവും കുട്ടികൾക്കായി സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി RFO ശ്രീ EB ഷാജുമോൻ ക്ലാസുകൾ നയിച്ചു. ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുകയും സുഡാക്കോ കുക്കുകളെ നിർമ്മിച്ച് പ്രദർശിപ്പിക്കുകയും ചെയ്തു. ലോക ഭിന്നശേഷി ദിനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പോസ്റ്റർ രചന മത്സരം സംഘടിപ്പിച്ചു. ഭിന്നശേഷി കുട്ടികളോടുണ്ടായിരിക്കേണ്ട മനോഭാവത്തെക്കുറിച്ച് കുട്ടികളോട് സംസാരിച്ചു. വിദ്യാവാഹിനി കുട്ടികൾക്കുള്ള യാത്രാ സഹായം. പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠന സൗകര്യാർത്ഥം പട്ടികവർഗ വികസന വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് സ്കൂൾ വിദ്യാവാഹിനി പദ്ധതി നടപ്പാക്കി വരുന്നു. ശ്രീ സന്തോഷ് തോമസ് വിദ്യാവാഹിനി പദ്ധതിയുടെ ചുമതല നിർവഹിച്ചു വരുന്നു. ഒരു ആലപ്പുഴ വ്ലോഗ്. ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായുള്ള പഠനയാത്ര സംഘടിപ്പിച്ചു. കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴയിലേക്കാണ് യാത്ര സംഘടിപ്പിച്ചത്. ആലപ്പുഴ കയർ ഫാക്ടറി, തണ്ണീർമുക്കം ബണ്ട്, ആലപ്പുഴ ബീച്ച്, ലൈറ്റ് ഹൗസ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് പഠനയാത്ര സംഘടിപ്പിച്ചത്. വിനോദവും പഠനവും ഒരുമിച്ച് മനോഹരമായ ഒരു ഏകദിന പഠനയാത്ര കുട്ടികളിൽ സന്തോഷവും അറിവും നിറച്ചു. ക്രിയേറ്റീവ് കോർണർ. കുട്ടികളിൽ സയൻസിനോടുള്ള അഭിരുചി വളർത്തുന്നതിനായി SSKയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്ന ക്രിയേറ്റീവ് കോർണർ നമ്മുടെ സ്കൂളിനും അനുവദിച്ചു എന്നുള്ള സന്തോഷകരമായ കാര്യം ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുന്നു. നവീന ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിനും ശാസ്ത്ര ഗവേഷണങ്ങളിൽ കുട്ടികളെ പങ്കാളികളാക്കുന്നതിനും വേണ്ടി സജ്ജമാക്കുന്ന ഈ പരീക്ഷണശാല കുട്ടികൾക്കേറെ പ്രയോജനകരമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നും കരുത്തായി PTA, MPTA, SMC. തികഞ്ഞ ആത്മാർത്ഥതയും അർപ്പണ മനോഭാവവും കൈമുതലാക്കി സ്കൂളിനും നാടിനും വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന രക്ഷിതാക്കൾ അടങ്ങുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് പൂച്ചപ്പുര ഗവൺമെൻറ് ഹൈസ്കൂൾ PTA, MPTA, SMC കമ്മിറ്റികൾ. സ്കൂളിലെ ഏത് ആവശ്യങ്ങൾക്കും ഓടിയെത്തി ശാരീരികമായും സാമ്പത്തികമായും സഹായിക്കുവാൻ മനസ്സ് കാണിക്കുന്ന നല്ല രക്ഷിതാക്കൾ സ്കൂളിന് എന്നും അഭിമാനമാണ്. ആത്മാർത്ഥമായ സേവനത്തിന് അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്താൻ കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു. അബാക്കസ് പരിശീലനം. കുട്ടികളിൽ ഗണിതത്തോടുള്ള താല്പര്യം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അബാക്കസ് പരിശീലനം ആരംഭിച്ചു. അബാക്കസ് ട്രെയിനർ മിസ് നാഫിയുടെ നേതൃത്വത്തിൽ 2ാം ശനിയാഴ്ച ഒഴികെ എല്ലാ ശനിയാഴ്ചകളിലും ക്ലാസുകൾ നടന്നുവരുന്നു. നൃത്ത പരിശീലനം. കുട്ടികളിൽ കലയോടുള്ള ആഭിമുഖ്യം വളർത്തിയെടുക്കുന്നതിനായി ഈ വർഷം മുതൽ നൃത്ത പരിശീലന ക്ലാസുകൾ ആരംഭിച്ചു. ഡാൻസ് ടീച്ചർ മിസ്സസ് ചിത്രയുടെ നേതൃത്വത്തിലാണ് ഡാൻസ് ക്ലാസുകൾ നടന്നുവരുന്നത്. വിവിധ വേദികളിൽ തങ്ങളുടെ കഴിവുകൾ ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കാൻ ഈ പരിശീലനം വഴി കുട്ടികൾക്ക് സാധിക്കുന്നു. അക്കാദമികം. ക്ലാസ് തല പരീക്ഷയിലും പാദവാർഷിക പരീക്ഷയിലും പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കായി പ്രത്യേക ക്ലാസുകൾ സംഘടിപ്പിച്ചു വരുന്നു. അധ്യാപകർക്ക് പുറമെ സ്കൂൾ കൗൺസിലർ മിസ്സസ് നൈസി ജോസഫ്, സ്പെഷ്യൽ അധ്യാപിക മിസ്സസ് ദീപ്തി എന്നിവരുടെ സഹായം കുട്ടികൾക്ക് ലഭിച്ചു വരുന്നു. LSS, USS, ന്യൂ മാത്സ് പ്രത്യേക പരീക്ഷാ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിച്ചു വരുന്നു. വൈകുന്നേരങ്ങളിലും ശനിയാഴ്ചകളിലുമായിട്ടാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചു വരുന്നത്. നന്ദിയുടെ ഒരു വാക്ക്. അക്കാദമിക പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുന്നതിന് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിത്തരുന്ന സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ളവർ, ഒരു മനസ്സോടെ പ്രവർത്തിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, DEO, AEO, മറ്റു വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, പൂർവ്വ വിദ്യാർത്ഥികൾ, നല്ലവരായ നാട്ടുകാർ, വ്യാപാരികൾ തുടങ്ങി എല്ലാവരെയും
നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു.